നമ്മൾ ഈ വീഡിയോയോടെ ബിരിയാണിക്കൊക്കെ സബോള വറുത്തെടുത്ത് വെക്കണതാണ് കാണിക്കുന്നത്. സബോള നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വറുത്ത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ വയ്ക്കുമ്പോഴൊക്കെ ഈ സബോള വറുത്തത് എടുക്കാം. അപ്പോൾ സവോള ക്രിസ്പി ആയിട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ സവോള നമ്മൾ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ തൊണ്ട് കളയിലും ഇതുപോലെ ഇങ്ങനെ തൊണ്ട് കളഞ്ഞ് കഴുകി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ സവോള കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ നുറുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സവോള അരിഞ്ഞ് കഴിഞ്ഞ് ഒറ്റ തിരിഞ്ഞ് കിട്ടും. അപ്പോഴാണ് ഇത് നല്ല കനം കുറഞ്ഞിട്ട് ആവുള്ളൂ സവോള വറുക്കുന്നത്. ഇപ്പോൾ ബിരിയാണിക്കൊക്കെ നല്ലോണം കനം കുറഞ്ഞിട്ട് വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞെട്ടിങ്ങനെ കളയാം. എന്നിട്ട് നമ്മൾ സവോള അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അരിയാം. നല്ല കനം കുറച്ചിങ്ങനെ അരിയാം. ഇതുപോലെ എല്ലാ സബോളയും അരിയാം. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. ഇതപ്പോൾ മുന്നേ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ ഇതുപോലെ ഇങ്ങനെ അരിയാം. ഇതുപോലെ ഇങ്ങനെ നല്ലോണം തിന്നായിട്ട് അരിയണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒറ്റ തിരിക്കാം. ഇതിൻ്റെ മുകളിലത്തെ ഞെട്ട് കളഞ്ഞ കാരണമാണ് നമുക്കിങ്ങനെ ഇതുപോലെ ഒറ്റ തിരിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ 10-20 സബോള അരിഞ്ഞിട്ട് മുന്നേ വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുന്നേ ഇത് സബോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചത് ഒരു 10-25 സബോള ഉണ്ട് ഇടത്തരം പോകുന്നത്. അത് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒറ്റ തിരിക്കാം. വെയിലത്തൊന്ന് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ സബോള നല്ലോണം വെളിച്ചെണ്ണ കുടിക്കൽ കുറയും. അതൊരു ടിപ്പിന്. നമ്മൾ സബോളയൊക്കെ വാട്ടണേക്കാൻ മുന്നേ ജസ്റ്റ് ഒന്ന് വെയിലത്തൊന്ന് വെച്ച് വാട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒറ്റ തിരിക്കുക. എന്നിട്ട് വേണം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള ഭാഗമൊക്കെ മാറ്റാം. അറിയാണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒറ്റ തിരിക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് തീ കത്തിച്ച് ഒരു നല്ല കട്ടിയിൽ തിഞ്ചട്ടി എടുത്ത് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ചൂടാവുമ്പോൾ വേണം നമുക്ക് സവോള ഇടാനായിട്ട്. വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞ് വന്നിട്ട് നമുക്ക് സവോള നല്ലോണം ഇങ്ങനെ എതിളൊക്കെ തിരിച്ച സവോള കണ്ടില്ലേ, ഇതുപോലെ എതിൾ തിരിച്ച സവോള നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ തിളച്ച് നിൽക്കണം. എന്നാലും നമ്മുടെ സവോള ഇങ്ങനെ മുരിഞ്ഞ് വരുള്ളൂ. ഇതുപോലത്തെ ഒരു കയ്യിലെടുത്ത് നമുക്കിങ്ങനെ ഇളക്കി നിൽക്കാം. അപ്പോൾ ഇത് സവോളയിലത്തെ വെള്ളമൊക്കെ പൊട്ടി അവിടെ സവോള നല്ലോണം ബ്രൗൺ കളറായിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പോൾ സവോള ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം വേണം നമുക്കിങ്ങനെ സവോള നല്ലോണം മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരാനായിട്ട്. ഇത് നമ്മളിങ്ങനെ ഇളക്കി നിൽക്കുക. ഒരു 10-15 മിനിറ്റോളം നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി നിൽക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ഇതുപോലെ നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറിയാണ്. ഇനി പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ നോക്കി ഇങ്ങനെ ഇളക്കി നിൽക്കണം. അപ്പോൾ നമ്മളിത് കോരി ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറേ കാലം സൂക്ഷിക്കേണ്ടതല്ല. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് കോരിയിടണം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെക്കുക. നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേപ്പർ വയ്ക്കുക. അപ്പോൾ നമുക്ക് സവോളയുടെ എണ്ണയൊക്കെ വലിച്ച് എടുത്തോളൂ. തീ ഒന്ന് ചുരുക്കിയിടാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചുരുക്കും കൂട്ടിയിട്ടൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഇപ്പം നല്ലോണം ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ എണ്ണ കിടന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മുരിഞ്ഞു വരും. തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ തീ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. നല്ല ഫ്ലെയിം ഉള്ളതാണ് ഈ അടുപ്പ്. കാരണം പെട്ടെന്ന് തന്നെ ഇതാവും. അപ്പോൾ നമുക്കിതുപോലെ കോരിയെടുക്കാം. കണ്ട നമ്മുടെ സബോള മുരിഞ്ഞുണ്ട്. ഇത് നമ്മളിതുപോലെ അങ്ങനെ ഒന്ന് അമർത്തി എണ്ണയൊന്നിങ്ങനെ വാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പാത്രത്തേക്ക് ഇടാം. അങ്ങനെ ഒരു കയ്യിലൊണ്ടും കൂടി അമർത്തി കഴിഞ്ഞാൽ എണ്ണ അങ്ങനെ ഇതുപോലെ പൊക്കോളും. ബാക്കിയുള്ള എണ്ണ ഓട്ടോമാറ്റിക് ടിഷ്യൂ പേപ്പറും വലിച്ചോളും. ഇനി നമുക്ക് ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്ത ബാച്ച് ഇടാം. നല്ല ചൂടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്.
നല്ല തിളച്ച എണ്ണയായ കാരണം പെട്ടെന്ന് അങ്ങനെ പൊന്തി വന്നു. നമുക്കൊരു 5 മിനിറ്റ് ഓഫ് ചെയ്തിടാം. നല്ലോണം തിളച്ച എണ്ണയാണല്ലോ, അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വരും. അപ്പോഴേക്കും നമുക്ക് സവോളയ്ക്ക് ഇടാം. എണ്ണയ്ക്ക് ഓൾറെഡി നല്ല ചൂടുണ്ട്, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ വരും. നമ്മൾ കോരി വെച്ച സവോള കണ്ടില്ലേ, നല്ല ക്രിസ്പി പോലെ ശബ്ദം ഇങ്ങനെ വരണത്. അപ്പോൾ എണ്ണയും കൂടി ഇത് വലിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവും. ഇപ്പോൾ ചൂടാറുമ്പോൾ നമുക്ക് കണ്ടെയ്നറിലായിട്ട് എടുത്തു വയ്ക്കാം. കണ്ടില്ലേ സെക്കൻഡ് ബാച്ചിനിത് ഇപ്പോൾ നമ്മളൊന്ന് തീ ചുരുക്കിയിടുക. ഇനി എണ്ണയിൽ എണ്ണ കിടന്നിട്ട് ഇതൊന്ന് മൊരിയും, പെട്ടെന്ന് മൊരിയും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചിന് നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് എടുക്കരുത്, തീ കത്തിച്ചിട്ട് വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരാനായിട്ട്. അപ്പോഴാണ് വെളിച്ചെണ്ണയൊക്കെ വാർന്ന് പോവുള്ളൂ. കണ്ടോ, നമ്മുടെ സെക്കൻഡ് ബാച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ വേണം ഇടാനായിട്ട്, ഇതിൻ്റെ എണ്ണയൊക്കെ പോവാനായിട്ട്. ഇതുപോലെ കോരിയെടുക്കും. അത് എണ്ണ ഇങ്ങനെ വാർത്തി നമുക്ക് ഇടാം. ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട്, അപ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇതൊന്ന് പരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറും. ഇത് നമ്മൾ ആദ്യം ആക്കിയ സവോള വറുത്തതുണ്ട് കണ്ട, ഇത് നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ഇതുപോലെ വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ആക്കി എടുത്ത് വയ്ക്കാം. 2-3 ദിവസത്തേക്ക് പുറത്തിരിക്കാം. പക്ഷെ കുറേ കാലം ഇരിക്കണമെങ്കിൽ നമുക്ക് ഇത് എയർ കളഞ്ഞ് ടൈറ്റായിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ കാലങ്ങളോളം ഇരുന്നോളും. സവോള അധികം കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് ആക്കാം. എയർ കളഞ്ഞ് നമുക്കിങ്ങനെ സിപ്പ് ലോക്ക് ചെയ്തിട്ട് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇത് ഇരുന്നോളും. നമുക്ക് ആവശ്യമാകുമ്പോൾ ഇങ്ങനെ ഓരോ പാക്കറ്റായിട്ട് ഇങ്ങനെ എടുത്താൽ മതി, ബിരിയാണി വയ്ക്കുമ്പോഴോ ചിക്കൻ വയ്ക്കുമ്പോഴൊക്കെ. അപ്പം നമ്മുടെ സവോള നമ്മൾ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നല്ല ക്രിസ്പി പോലെ തന്നെ ഇരിക്കും, കുറേ കാലം ഇതുപോലെ ഇരുന്നോളും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.